ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വേഗത്തിൽ തന്നെ അന്വേഷണം പോകുന്നു. ഇതിന്റെ സത്യാവസ്ഥ കേരള സമൂഹം എത്രയും വേഗത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ മന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഇതിലൊരു പാകപ്പിഴകളും ഉണ്ടാകില്ല, കൃത്യമായി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. പക്ഷേ മുരാരി ബാബു അടക്കമുള്ളവർ പുറത്തു വെക്കുന്നു, അവരിലേക്ക് ഒരു ചോദ്യം ചെയ്യൽ പോലും എത്തിയിട്ടില്ല എന്നതൊക്കെ പല സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംശയ രീതിയിൽ കാണേണ്ടതുണ്ടോ, അതോ ഇത് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകും, അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് സത്യം തെളിയുമെന്ന പ്രതീക്ഷയിലാണോ താങ്കൾ? അല്ല, യഥാർത്ഥത്തില് നമ്മുടെ എല്ലാം അറിവില് ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പോറ്റി മാത്രമല്ല, അതിന് പിന്നിൽ പല ബുദ്ധിമാന്മാരും ഉണ്ടാകുമെന്ന് അനുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വ്യാജമായി മുഴുകൊടുക്കുന്ന നിലയും പോറ്റിയുടെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് വസ്തുതകളെ സംബന്ധിച്ച് പോറ്റി പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ എന്ന് പരിശോധിക്കുന്നത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് അന്വേഷണ സംഘം നല്ല നിലയ്ക്ക് നിലപാട് നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോ സ്മാർട്ട് ക്രിയേഷൻസ് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന, അവിടെ ഇതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തൽ, അവരെ പുറത്തു കൊണ്ടുവരും. ഇതിന് പങ്കാളിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് രേഖാപരമായി കുറേയേറെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ കൊള്ള മുതൽ മൂട്ടിച്ച മുതൽ പങ്കുവെച്ചതിൽ അവരുടെ പങ്കെന്താണെന്നുള്ളതാണ് തെളിയേണ്ടത്. അപ്പോ പോറ്റിയെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരു വഴിക്ക് പോകാനാവില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകലാണ് ഇപ്പോൾ അന്വേഷണം സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് എല്ലാ പ്രതികളും വലയിലാകും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനും, ഇപ്പൊ പേര് പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ ഒരു ഉദ്യോഗസ്ഥനും പരിധിക്ക് പുറത്തല്ല, അവരെല്ലാം വേണ്ടപ്പെട്ട നിലയിൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുണ്ട്. പോറ്റിയും ഉണ്ടായിരുന്നു, പോറ്റി ഉള്ള പോലെ തന്നെ അവരും ഈ വലയത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.